ബാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുണനയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ വീണ്ടും വരവ്, രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ്. എല്ലാ ദിവസവും വിശ്വാസ പ്രമാണത്തെ നമ്മൾ ഏറ്റുപറയുന്നൊരു വിശ്വാസമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കിപ്പാർത്തിരിക്കുന്നു എന്ന്. കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയപ്പോൾ ശിഷ്യന്മാരോടായി ദൂതൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയതുപോലെ വീണ്ടും വരുമെന്ന് ശിഷ്യന്മാർക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തുവെങ്കിൽ, അന്ന് മുതൽ ഇന്ന് വരെയും ദൈവജനം വിശ്വാസത്തോടെ നോക്കിപ്പാർക്കുകയാണ്, വിശ്വാസത്തോടെ ഏറ്റുപറയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി. എന്നാൽ എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തതുപോലെ ഇതുവരെ വന്നില്ല? അല്ലെങ്കിൽ യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ള ആ ഉറപ്പ് എങ്ങനെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് എങ്ങനെയാണ്, അതെപ്പോഴാണ് എന്ന് തിരിച്ചറിയുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിൽ നിന്ന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമായിരിക്കുവിൻ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കി പാർത്തിരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യാക്കോബ് ശ്ലീഹായോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ദീർഘക്ഷമയുള്ളവരായിരിക്കും. അതായത് കർത്താവായ യേശുക്രിസ്തുവെ വേഗം വരണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്തിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തോട് ദൈവാത്മാവ് പറയാണ്, നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. ആ ഉറപ്പും ധൈര്യവും നമുക്കെല്ലാവർക്കും ഉണ്ട്. എല്ലാ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. എന്നാൽ ഇതിനെ നമുക്ക് യഥാർത്ഥമായിട്ട് അതിനുവേണ്ടി നാം പ്രത്യാശപൂർവം കാത്തിരിക്കുന്നവരാണോ? ഇന്ന് ഈ കാര്യത്തിൽ വ്യക്തമായ ഉറപ്പും ധൈര്യവും ഇല്ലാത്തവരാണ് പലരും. യേശു ഇനി വരും എന്നുള്ളത് വിശ്വസിക്കുന്നവരാണ് എല്ലാ ക്രിസ്ത്യാനികളും. എന്നാൽ ആ പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന എത്ര പേരുണ്ട്? ഞാനെന്ന വ്യക്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നോക്കിയിരിക്കുന്ന വ്യക്തിയാണോ? അതിനായി ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിൻ്റെ വീണ്ടും വരവ് എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ച ഒരു സത്യമാണ്. അതിനെ പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹയുടെ രക്ഷാസുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എങ്ങനെയാണെന്ന് യേശുക്രിസ്തു തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ്റെ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഇത് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. അതായത് ഇടിമിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, കർത്താവായ യേശുക്രിസ്തു അവൻ വീണ്ടും വരുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മിന്നൽ, ഇടിമിന്നൽ ഒരു നിമിഷം കൊണ്ട് ഭൂമിയിൽ വളരെ ദൂരം സഞ്ചരിക്കുന്ന പോലെ
കർത്താവിൻ്റെ വരവ് ഒരു മിന്നൽ പിണർ പോലെ അത് പെട്ടെന്നായിരിക്കുമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. വീണ്ടും മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ അതിനെങ്ങനെ പറയുന്നു? മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്, അവൻ തൻ്റെ ദൂതന്മാരുമായി വരുന്നൊരു ദിവസമുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അതെങ്ങനെ വരുമെന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ മിന്നൽ വിളങ്ങും പോലെ കർത്താവിൻ്റെ വരവ് ആയിരിക്കുമെന്ന് കർത്താവ് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 62 മുതൽ ഉള്ള വചനം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് യേശുക്രിസ്തുവിനെ തൻ്റെ കുരിശുമരണത്തിന് വേണ്ടി വിധിക്കുന്ന ആ സമയത്ത് മഹാപുരോഹിതൻ എഴുന്നേറ്റ് കർത്താവ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു ഉത്തരവും പറയുന്നല്ലോ, ഇവർ നിൻ്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശുവ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് മഹാപുരോഹിതൻ ചോദിക്കുമ്പോൾ യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാൻ ആകുന്നു. യേശു പറയാണ്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ മശിഹായാണ്. വീണ്ടും യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. എന്താണ് കാണുന്നത്? ആകാശമേഘങ്ങളെ വാഹനമാക്കി ദൂതന്മാരോട് കൂടെ നാം ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുവാൻ യേശു വീണ്ടും വരുമെന്നുള്ളത് നമ്മുടെ കണ്ണുകൊണ്ട് കാണും. അത് ജീവിച്ചിരിക്കുന്ന വാങ്ങിപ്പോയ സകലരും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മരിച്ചുപോയ സകലരും ഇത് കാണും. ഇത് കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വീണ്ടും വെളിപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഇവിടെ വചനം പറയുകയാണ്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുകയാണ്. പത്മോസിൻ്റെ ദ്വീപിൽ വെച്ച് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ലഭിക്കുന്ന വെളിപ്പാടാണ്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. മേഘങ്ങളെ വാഹനമാക്കി ദൂതന്മാരുടെ കൂടെ എഴുന്നള്ളി വരുന്ന യേശുവിനെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അതായത് ഏത് കണ്ണും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് മൺമറഞ്ഞു പോയ ഏവരും. ഇനി അഥവാ യേശു എഴുന്നള്ളി വരുമ്പോൾ ഈ ഭൂമിയിൽ ആരൊക്കെ ജീവിച്ചിരിക്കുന്നു അവരെല്ലാവരും. അതിനെ പറയുകയാണ്, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്ന കാര്യം ആത്മവിവശനായ യോഹന്നാൻ ശ്ലീഹ പത്മോസിൻ്റെ ദ്വീപിൽ വെച്ച് കാണുകയാണ്. അപ്പോൾ യേശു വരും എന്നുള്ളത് യേശുക്രിസ്തു തന്നെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. യേശു വീണ്ടും വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരിക്കൽ യേശു വന്നത് നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്, രക്ഷിക്കാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങളെ കൽപ്പനകളെ ധിക്കരിച്ച് ലംഘിച്ച് അവൻ പാപം ചെയ്ത് പറുദീസ നഷ്ടമായപ്പോൾ നഷ്ടപ്പെട്ട ആ പറുദീസ വീണ്ടെടുക്കാൻ വേണ്ടി
മനുഷ്യൻ്റെ പാപത്തിന് പരിഹാര ബലിയായി തീരുവാൻ, അവനെ വീണ്ടെടുക്കുവാൻ, നിത്യരക്ഷ നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു. അവൻ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി, ക്രൂശിൽ യാഗമായി, പാപപരിഹാര ബലിയിലൂടെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന, ഇന്ന് ജീവിക്കുന്ന, ഇനി ജീവിക്കാനിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി യേശു പാപ പരിഹാര ബലിയായി അവൻ മരിച്ചു. പാപത്തിന് ശമ്പളമായ മരണം തൻ്റെ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചു, മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. പിന്നെ എന്തിനാണ് യേശു വീണ്ടും വരുന്നത്? വീണ്ടും വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് സഭയെ തന്നോട് ചേർക്കാൻ വേണ്ടിയാണ്. തൻ്റെ രക്തം മോതിരമായി സഭയ്ക്ക് നൽകിയെങ്കിൽ ആ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, യേശുവിനെ കർത്താവും ദൈവമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന തൻ്റെ സഭയെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു വീണ്ടും വരും. അതായത് സഭ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന, വാങ്ങിപ്പോയ വിശ്വാസികളുടെ കൂട്ടമാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന, വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളെയും വീണ്ടെടുക്കുവാനായി യേശു വീണ്ടും വരും. ഇതിനെക്കുറിച്ച് പൗലോസ് വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇവിടെ പൗലോസ് വലിയൊരു ഉറപ്പും ധൈര്യവും നൽകുകയാണ്. അതായത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ വീണ്ടെടുക്കാൻ വേണ്ടി, മണവാട്ടിയായിരിക്കുന്ന സഭയെ വീണ്ടെടുക്കാൻ മണവാളനായ ക്രിസ്തു അവൻ വാനമേഘങ്ങളിൽ വെളിപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവ് ദൈവമായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്തിരുന്ന ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ സകല വിശുദ്ധരും വീണ്ടും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം, അതായത് ഇന്ന് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് യേശുവിൻ്റെ വരവിനായി നോക്കിപ്പാർത്തിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇത് വലിയൊരു രഹസ്യമാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ ഒരു രഹസ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവനോടുകൂടെ മരിച്ച എല്ലാവരും അവർ ഒരു നിമിഷത്തിനുള്ളിൽ ഞൊടിയിടയിൽ രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ സകലരും, കൂടാതെ ശേഷിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കി പാർത്തിരിക്കുന്ന സകലരും ഞൊടിയിടയിൽ രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ പറന്നുയരും. അതുകൊണ്ട് വീണ്ടും പൗലോസ് പറയുകയാണ്, 1 കൊരിന്ത്യസ് 15-ാം അധ്യായം 52-ാം വാക്യം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പൗലോസ് കുറച്ചുകൂടി ആധികാരികമായിട്ട് ഉറപ്പിച്ചു പറയുകയാണ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ, അതായത് ഞൊടിയിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ശേഷം ജീവിച്ചിരിക്കുന്ന നാം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിൻ്റെ വരവിനായി നോക്കിപ്പാർത്തിരിക്കുന്ന സകല വിശുദ്ധരും, അതിനും പറയുന്നു, ഞൊടിയിടയിൽ രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ പറന്നുയരും. അതായത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ സഭ എടുക്കപ്പെടും. ജീവിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മൺമറഞ്ഞു പോയ സകല വിശുദ്ധരും അവനോടുകൂടെ പറന്നുയരും. വീണ്ടും
കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അപ്പോൾ സഭയെ കൂട്ടിച്ചേർക്കുവാനായി, വീണ്ടെടുക്കുവാനായി ദൂതന്മാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് കർത്താവായ യേശു ക്രിസ്തു വരുന്നൊരു ദിവസമുണ്ട്. അന്ന് സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ വലിയൊരു പ്രത്യാശയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്, ദാരിദ്ര്യമുണ്ട്, കണ്ണുനീരുണ്ട്. എന്നാൽ വേദനകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ പരദീസയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കുന്നൊരു ദിവസമുണ്ട്. യേശുവിനെ കർത്താവ് ദൈവമായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ വിശ്വാസിയും കർത്താവിൻ്റെ വരവിന് വേണ്ടി വളരെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ട് യേശു ഇതുവരെയും വന്നില്ല? വീണ്ടും വരാമെന്ന് വാഗ്ദാനം ചെയ്തു, എന്നാൽ യേശു ഇതുവരെയും വന്നില്ല. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ വരവ് താമസിക്കുന്നത്? നമുക്കറിയാം, കർത്താവിൻ്റെ പ്രിയ ശിഷ്യന്മാർ മുതൽ കാത്തിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് കരേറിപ്പോയ ആ യേശു അതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് ദൂതൻ അറിയിച്ചത് അന്ന് മുതൽ ശിഷ്യന്മാർ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ശിഷ്യന്മാർ സഭയെ പണിതുയർത്തിയെങ്കിൽ ആദിമസഭ മുതൽ ഇന്ന് വരെയും സഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുക. ഓരോ വിശ്വാസ പ്രമാണത്തിലും ഓരോ വിശ്വാസം ഏറ്റുപറയുമ്പോഴും അവൻ്റെ വരവിനായി ഞങ്ങൾ നോക്കി പാർത്തിരിക്കുന്നു എന്ന് വിശ്വാസപൂർവ്വം ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ വരവിനായി നോക്കിയിരിക്കുമ്പോൾ എന്തുകൊണ്ട് യേശു വരാൻ താമസിക്കുന്നു? യേശുവിൻ്റെ വരവ് താമസിക്കുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് ലീഗ വ്യക്തമായിട്ടത് വെളിപ്പെടുന്നുണ്ട്. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അതായത് ദൂതൻ അറിയിച്ച അന്ന് മുതൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പത്രോസ് ലീഗയ്ക്കാണ് അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എൻ്റെ വരവ് കാണുമെന്ന് യേശു താൻ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന ജനത്തോട് പറഞ്ഞുവെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ അനേക ആയിരക്കണക്കിന് വർഷങ്ങൾ ദൈവത്തിൻ്റെ ജനം യേശുവിൻ 2ാമത്തെ വരവിനായി നോക്കിയിരിക്കുകയാണ്. എന്നാൽ യേശു പറയുകയാണ്, ഈ 1000 സംവത്സരം ദൈവത്തിൻ്റെ ദിവസം പോലെയാണ്. അപ്പോൾ അന്ന് യേശു നിങ്ങളുടെ കണ്ണുകൊണ്ട് മനുഷ്യപുത്രൻ മേഘങ്ങളെ വാഹനമാക്കി വരും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് യേശു ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ജീവിച്ചിരുന്നവരോട് പറഞ്ഞുവെങ്കിൽ ഇന്നും യേശു ക്രിസ്തു ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും അതുതന്നെയാണ് പറയുന്നത്. അവൻ വീണ്ടും വരും, മേഘങ്ങളെ വാഹനമാക്കി മനുഷ്യപുത്രൻ വേഗത്തിൽ വരുമെന്ന് യേശു അന്നും ഇന്നും പറയുകയാണ്. കാരണം കർത്താവിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണ്. അതുകൊണ്ട് ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യേശു വന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവിനൊരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. എന്നിട്ട് പത്രോസ് ലീഗ പറയുകയാണ്, അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവർ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. അതിനും പറയുകയാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവരാഗ്രഹിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ വരവ് താമസിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ദീർഘക്ഷമയാണ്. അപ്പോൾ ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നത് പോലെ നമുക്ക് എന്തുകൊണ്ട്
അവൻ്റെ വരവിനായി ദീർഘക്ഷമയോടെ കാത്തിരിക്കാൻ സാധിക്കുന്നില്ല. യേശുവേ വേഗം വരണമേ എന്ന് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു. നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, യേശുവേ വേഗം വരണമേ. യേശു എന്തുകൊണ്ട് വരുന്നില്ല? അതിനും പറയുകയാണ്, എല്ലാവരുടെയും മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ആ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുവാൻ, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. അപ്പോൾ ദൈവം ദീർഘക്ഷമ കാണിക്കുന്നത് മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. യേശുവിൻ്റെ വരവ് താമസിക്കുന്നത് മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. വീണ്ടും അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. കർത്താവിൻ്റെ ഈ ദീർഘക്ഷമയുണ്ടല്ലോ, അത് നമ്മുടെ രക്ഷയാണെന്ന് നാം തിരിച്ചറിയണം. അതായത് ഈ ലോകത്തിലെ സകല മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് അവൻ ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് യേശുവിൻ്റെ വരവ് എപ്പോഴെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് നാം യേശുവിൻ്റെ വരവിനായി ദീർഘക്ഷമയോടെ കാത്തിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ വരവ് ഇനി എന്ന് ചോദിച്ചാൽ അതിനുത്തരം അവൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതെപ്പോഴെന്ന് ആർക്കും അറിയില്ല. റോമലേഖനം 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഇത് ചെയ്യുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാകിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അതായത് ഇനിയും അവൻ വരാൻ താമസിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുകയാണ്, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അവൻ നമ്മുടെ വാതിക്കൽ ആണ് എന്ന് ദൈവസ്വരം നമ്മോട് അരുളി ചെയ്യുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു, അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള പ്രത്യാശയാണ് യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ വീണ്ടും വരവിനായി നാം ഉണർന്നിരിക്കണം. യേശു വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം യേശു ക്രിസ്തു തന്നെ ഇത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അന്ന് സഭ എടുക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉറപ്പും ധൈര്യവും നൽകുന്നു. അവൻ ദീർഘക്ഷമ കാണിക്കുന്നത് ഈ ചെറിയവർ ഒരുവൻ പോലും നശിച്ചു പോകരുതെന്നുള്ള ദൈവത്തിൻ്റെ രക്ഷയാണ് അവൻ്റെ ദീർഘക്ഷമയെന്ന് വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, നാം ഉണർന്നിരിക്കണം. യേശുവിൻ്റെ വീണ്ടും വരവിനായി നാം ഉണർവോടെ കാത്തിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42, 43, 44 വചനങ്ങൾ പറയുന്നു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വിട്ടുടയൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഇവിടെ ഉണർന്നിരിക്കാൻ, ഒരുങ്ങിയിരിപ്പാൻ, ദീർഘക്ഷമയോടെ കാത്തിരിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പാപത്തെയും പാപസാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിച്ച് യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് തൻ്റെ സഭയെ ചേർക്കുവാനായി കർത്താവ് വാനമേഘങ്ങളിൽ മേഘത്തെ വാഹനമാക്കി എഴുന്നള്ളി വരുമ്പോൾ ആ വിശുദ്ധരോടുകൂടെ, സകല വിശുദ്ധരോടുകൂടെ പറന്നുയരുവാൻ നമുക്കും ഒരുങ്ങാം. അതിനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ വരവ് ഏറ്റവും അടുത്തു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുന്ന് എപ്പോൾ വരുമെന്ന് ഞങ്ങൾക്കറിയാകിയാൽ ഉണർന്നിരിപ്പിൻ എന്നുള്ള വചനം ഞങ്ങൾ വിശ്വസിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. കർത്താവേ, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അവിടുത്തെ ആഗ്രഹത്തെ പ്രതി കർത്താവ് എല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടി അവിടുന്ന് ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ ഇന്ന് രക്തത്താൽ വീണ്ടെടുത്ത് ഞങ്ങൾക്കായി ഒരുക്കി നിത്യമായ സ്വർഗരാജ്യം പ്രാപിപ്പാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അവിടുത്തെ തിരുമുറിവിലേക്ക് സമർപ്പിക്കുകയാണ്.
അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ സകല പാപങ്ങളും നിൻ്റെ രക്തത്താൽ കഴുകണമേ. മുറുകെ പറ്റുന്ന സകല പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിച്ച് നിത്യമായ സ്വർഗരാജ്യത്തിലേക്കുള്ള ആ പ്രത്യാശയോടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിപ്പാനിരിക്കുന്ന ആ സ്വർഗരാജ്യത്തെ പ്രതി ലാഭമായിരുന്ന സകലവും ഛേദമെന്നെണ്ണി കർത്താവെ അവിടെ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യം ജീവനായി വിശുദ്ധിയോടെ വിശ്വാസത്തോടെ കർത്താവെ ഞങ്ങൾക്ക് ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ അഭിഷേകം ചെയ്ത് അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ രക്തത്താൽ കഴുകി അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് അവിടുത്തെ വീണ്ടും വരവിൽ പറന്നുയരുവാൻ ഞൊടിയിടയിൽ രൂപാന്തരപ്പെട്ട് അങ്ങയോടൊപ്പം പറന്നുയരുവാനുള്ള കൃപ ഞങ്ങൾക്ക് അഭിഷേകമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി നിത്യരക്ഷയെ പ്രതി രക്തസാക്ഷികളായിത്തീർന്ന സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവ് എല്ലാ മഹത്വവും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമീൻ. But